RMS ടൈറ്റാനിക് എന്ന ഇതിഹാസം രചിക്കപ്പെട്ട സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും. RMS ടൈറ്റാനിക് എന്ന് തകർന്നു പോയ ആ ഒരു ഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഐറിഷ് ഷിപ്പായിട്ടാണ്. അപ്പോൾ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് എന്ന സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം അത് UK രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് UK നിന്നും ന്യൂയോർക്കിലോട്ട് യാത്ര തിരിക്കവെയാണ് അവിടെ വെച്ച് ഒരു കനേഡിയൻ ഐസ്ബർഗ് ഇടിച്ചിട്ടാണ് ഇത് തകരുന്നത് എന്നാണ് നമുക്ക് അറിയാവുന്നത്. അപ്പം ഞാനത് ഇവിടെ അതിൻ്റെ ഒരു സ്മാരകമായിട്ട് നോർത്തേൺ അയർലൻഡിൽ ഒരു ചെറിയ നിർമ്മിച്ച ആ സ്ഥലത്ത് ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആ മ്യൂസിയത്തിലാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതെ, ഇതാണ് മ്യൂസിയത്തിലെ കുറച്ച് വ്ലോഗ് വീഡിയോസാണ്. കുറച്ച് റാൻഡമായിട്ട് എത്രയും എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ അവിടുത്തെ കുറേ സ്റ്റോറീസ്, അവിടുത്തെ തീം ലൈൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വളരെ അതിഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് ഫ്രണ്ട് എൻട്രൻസിൽ ചെല്ലുമ്പം ശരിക്കും ഒരു കപ്പലിനുള്ളിൽ ചെല്ലുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ആ ഒരു എല്ലാം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ റെക്ക് ബേസ് ആണെങ്കിലും ഓരോ കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നൊരു ഇതാണ്. അപ്പം നല്ല തിരക്കും ഉണ്ട് കേട്ടോ അത്യാവശ്യം. അവിടെ ചെല്ലുമ്പോൾ അതിൻ്റേതായ ഓരോ സ്റ്റോറീസാണ്, പഴയ ഓരോ മാഗസീൻസിൻ്റെയും പിന്നെ അവരുടെ കിട്ടിയിട്ടുള്ള ആർട്ടിക്കിൾസിൻ്റെയൊക്കെ ഇത് വെച്ചിട്ട് അവർ കൊടുത്തേക്കുന്ന ഒരുപാട് ഹിസ്റ്ററി, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അതേ കണ്ടോ, അവരുടെ ആ ഒരു ഷിപ്പ് ബിൽഡ് ചെയ്ത ആ ഒരു ടൈമിൽ കുറേ കാര്യങ്ങളാണ് ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് കൊടുത്തിരുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും ശരിക്കും ഞാനൊരു കപ്പലിൽ പോലും കയറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇത്രത്തോളം ഡീറ്റെയിലായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ചുകൂടെ കപ്പലുകളിലൊക്കെ കയറി പരിചയമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ഓരോന്നും ഡീറ്റെയിൽ അങ്ങോട്ട് കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു സൈഡിൽ നിന്ന് എനിക്ക് തുടങ്ങി ഒരു ക്യാമറ എടുത്ത് അവസാനിപ്പിക്കാൻ പറ്റുന്നൊന്നായിരുന്നില്ല. അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടായിരുന്നു അവർ ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും എന്താ പറയുക, ഒരു വിസ്മയം തന്നെയാണ്. നാട്ടിലെ ഒരു താജ്മഹലൊക്കെ കണ്ടിട്ട് വരുമ്പോൾ തോന്നുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഒരു ഫീല് ഇവിടെ ഇതിൽ കിട്ടും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്കറിഞ്ഞൂടാ, കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ഇതിവിടെ ഉള്ളതായിട്ട് അറിയില്ല. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ആ ഷിപ്പിൻ്റെ ആ ഒരു സ്റ്റോറി കറക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു 360 ഡിഗ്രി ഒരു വോളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ സ്റ്റോറി പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും ഒരു ഷിപ്പിൻ്റെ ആ ഒരു എഡ്ജിൽ നിൽക്കുന്ന ആ ഒരു ഫീൽ വരും. പ്രത്യേകിച്ചും ആ ഒരു ഐസ് ഗ്ലേസിനെയൊക്കെ കാണുമ്പോൾ ശരിക്കും നടന്നതായിട്ട് നമുക്ക് അവിടെ നിന്ന് തോന്നും. അങ്ങനെ
on the cabin. The stars on the glass. It seems sometimes it will end. Look at the Titanic. It is a monstrous great boat as high as the Clarence Hotel, and I cannot tell you how long. We are going to embark tomorrow morning. It is a monstrous great boat The as high boat as... is giant in size and fitted out like a colloquial. I have never seen this ship before. It looks very big. Everybody is excited. I have got the most comfortable one, and the ship is quite the most luxurious I have been. I'm coming with some of the nicest people in the world too. Isn't that just splendid? This going away from home will make me a better man and try and lead a good life. They live in Chicago and I should be able to make the entire trip with them. They've told me all about Chicago and I know that I shall like it much better than I do Ireland. The water. We had one of the worst times for that boat to be lowered. And I had the baby, and the baby was crying all night, so finally we touched the water and we were rowing.
There's a light in the distance, and the I was surprised to hear all അത് കഴിഞ്ഞ് ഈ those. ഷിപ്പ് ഉണ്ടാക്കിയ ആ ഒരു വർക്കേഴ്സിൻ്റെ കഥയും അവരുടെ ആ ഒരു കഷ്ടതയും അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കുറേ ചൂടുള്ള കുറേ വഴികളിലൂടെ ഒരു വണ്ടി കയറ്റി നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. ഇത് ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്ത് കയറ്റി ഇനി കാണുന്ന ഈ ഫുട്ടേജിനകത്ത് ഞാൻ കൊടുക്കാം ആ വഴികളൊക്കെ. To work in 401. That's what we called her. We knew she'd be the largest passenger ship in the world, but we didn't call her Titanic then. It was there from the beginning. I watched the shipwrights lay the keel blocks. They set big wooden blocks on the slipway to start with. Then the keel at top of that, like a backbone. And the frames that was flat, like a skeleton. Workshops everywhere. And it took weeks to find your way around. Painters, sailmakers, coppersmiths, boiler makers, cabinet makers. I even learned about French policy. Ireland Bush was a fine place for work, but dangerous. Every ship crossed the line, and there'd be lots of it. I was in the engine works for a while. Very well equipped it was. That's where we built the triple expansion engines. 2 of them, each as high as a 3-story house. I worked in the frame bending shop. You'd heat steel beams in the furnace, then hook them onto slabs of cast iron and hammer them curled. It was skilled work. You had to bend them more than you needed because the frame straightened out a little when it cooled. The shell plates that made up the hull weighed up to 4.5 tons. They were taller than the dam. The plates were overlapped on the edges. Some were raised, one after another. We called it clincher. One of the 4 men told me years ago, that's how you built these ships. I worked as a heater boy. You had to heat the rivets on a wheel plate. You pump the bellows till the rivet was white hot. Then you get a hold of it with your tongs and throw it up to the catcher. And he put the hole in the plate with a hold up. There were 2 of us on the other side of the plate with a holder up. Had to hammer the rivets to fill the hole before it turned dull red. The double bomb. That's a wee space we called the tanks, made up of steel plates. The rest of the rivet squad all had to fit into that gap. One of the 4 men would check each rivet with a special hammer. If it made a ringing sound, we'd have to go back. Chase it out afterward. We were paid 31 bob a week. The heater boy and catcher got 16 bob, but we all worked the same 54 hours. The upper deck was steel too, and part of the strength of the ship. There's no straight lines in the ship, and when you look down the water deck, you can see the shear of the hull, the stopped reflection at sea. The stern frame had to be strong enough to take the rudder turning in heavy seas. You'd have all these timbers and guy wires to steady the frame, and men scurrying around like ants underneath. When we came to launch day, I was torn between pride and fear. The standing ways were coated in tallow, train oil and soft soap, so the ship would slide when they shifted her weight off the blocks. That was the most dangerous part. And the shipwrights were knocking away the last props. They were under compression, you see, and the sliding ways would be released by the hydraulic trigger. 100,000 people watched the launch. Some paid a bob to sit in the reserved seating. There were extra trams laid on. Then we all went off to the pub to wish her well. Matthew was proud to be an island man that day. And Titanic was the pride of Belfast.
ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ ഷിപ്പായ ഒളിമ്പിക്കും ഇവിടാണ് നിർമ്മിച്ചത്. അത് മാത്രമല്ല, ഒരുപാട് ഷിപ്പുകളും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കനാലിലാണ് അവർ റൺ ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് ഷിപ്പ് ഉണ്ടാക്കി കഴിയുമ്പം ഇറക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സ്ഥലമാണ്, വളരെ നല്ല എക്സ്പീരിയൻസാണ്. ഓരോ റെക്ക് വേസും നമുക്കിങ്ങനെ കാണാൻ കഴിയും. ഇതൊക്കെ ടൈറ്റാനിക്കിൻ്റെ ഓരോരോ പണി സ്ഥലത്തിൻ്റെ ഓരോ അവശിഷ്ടങ്ങളാണ് എന്നാണ് അവർ പറഞ്ഞത്. അത് ശരിക്കും ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ വേണം. അത് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കിതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ വളരെ നല്ലതാണ്. ആ ഒരു പഴയ തരത്തിലുള്ള ലിഫ്റ്റ്, ആ ടെക്നോളജിയൊക്കെയാണ് ഇതുണ്ടായിട്ടുണ്ടോ, ആ ഒരു ഇതാണ് ഇതിനകത്ത് കാണുന്നത്. എനിക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഓർമ്മ വന്നത് ടൈറ്റാനിക് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തപ്പം അതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുമല്ലോ ഒരു മറ്റേ പഴയ ലിഫ്റ്റ് അവർ വന്ന് ഓടിക്കയറുന്നതും ഒക്കെ. അതാണ് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത്. കണ്ടോ, ആ ഒരു നെത്തിട്ടഴിയിട്ട അതൊക്കെ ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഈ ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ചെറിയ പേടിയൊക്കെ തോന്നും. കാരണം എന്താ പറയുക, ഒരു ഓപ്പൺ സ്പേസ് പോലെ തോന്നും നമുക്ക്. അത്രയും ഹൈറ്റ്, ഒത്തിനെയുള്ള ലിഫ്റ്റ്, അത് തുരുമ്പിച്ച കമ്പി പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാമാന്യമായി പേടിയുള്ള ഒരാൾക്ക് പേടി കൂടും. ഇപ്പോൾ എനിക്കൊരു ചെറിയ ആക്രോഫോബിയ ഉള്ളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. അതിൽ കയറിയപ്പോൾ ഉള്ളിൻ്റെ ഉള്ളൊരു ഭയം തോന്നിയായിരുന്നു. പക്ഷേ ശരിക്കും നമുക്ക് ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോയ പോലെ നമുക്ക് തോന്നും കേട്ടോ. എനിക്കറിയില്ല റീസെൻ്റ്ലി ഏകദേശം എപ്പോഴാണ് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്ത ഷിപ്പുകളുടെ എന്ന്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ട് തന്നെയാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിന് മുന്നേ കുറേ ഷിപ്പുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇത് ശരിക്കും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു അറ്റ്ലാന്റിക് ഓഷ്യനിലേക്ക് ചെന്ന് അറ്റ്ലാന്റിക് ഓഷ്യനിൽ എന്നേക്കുമായി ഇല്ലാതായ ആ ഒരു ടൈറ്റാനിക്കിൻ്റെ ഓർമ്മ അതിവിടെ ശരിക്കും ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേന്ന് പറഞ്ഞു അത് ശരിക്കും നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും. ആ ഒരു സ്റ്റോറി നമ്മൾ കുഞ്ഞിലെന്നാൾ മുതലേ കേട്ട് വളരുന്ന ഒരു സ്റ്റോറിയാണ് ടൈറ്റാനിക്കിൻ്റെ എന്നതിലുപരി അവിടെ ചെന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷൻ അതൊരു വേറെ തന്നെയാണ് കേട്ടോ. ശരിക്കും അയർലൻഡിൽ വന്നിട്ട് ഞാൻ അത് ശേഷമാണ് അറിയുന്നത് നമ്മുടെ ടൈറ്റാനിക് നിർമ്മിച്ചത് ഐറിഷുകാരാണെന്നുള്ളത്. അവർ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് അത് പറയുന്നത്. ടൈറ്റാനിക് ഈസ് ആൻ ഐറിഷ് ഷിപ്പ്, ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ ഷിപ്പാണ് നിർമ്മിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊരു കനേഡിയൻ ആയിരുന്നു ആ ഒരു ഐസ്ബർഗ്. സോ അത് കാരണമാണ് അത് തകർന്നത്, അല്ലാതെ ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല എന്നൊക്കെയാണ് ഈ ഐറിഷുകാർ പറയുന്നത് ഈ ഷിപ്പിനെ പറ്റി. അപ്പോൾ അത് കേട്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മൾ ഈ ഇതിലേക്ക് വരുമ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ പറയുന്നത് അവരങ്ങനെയാണ് ഇതിനെപ്പറ്റി. അപ്പോൾ അത് കേട്ടിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ശരിക്കും.
ever dealt with shore food, it's part of the strength of the ship. They can straight lays in the ship. And when the new side of the other side, you can see the tears of home. The stuff for reflection of faith. Stern frame had to be strong enough to take a run and turning in heavy seas. And to hold these timbers and guy wires and steady the frame, and men scurrying around like ants underneath. I was born and cried in fear. Standing ways were coated in columns, train oil and dust. So the ship would slide when the ships were laid off the blocks. That was the most dangerous part. The shipwrights were not the way the last drops. They were under compression, you see, and the sliding ways would be released by the hydraulic trigger. 100,000 people watched the launch. Some paid a bob to sit in the reserve seating. There were extra trams laid on. Then we all went off to the pub to wish her well. He was proud to be a native man that day. Until Tony was afraid of Belfast. Thank you for joining us. The tour will end in a few seconds. Please exit the corridor and make sure you don't leave any personal possessions behind. When the car stops, push the lock bar down and lift up. ഇത് ആ ഒരു ലിസ്റ്റ് ശരിക്കും ആ ടൈറ്റാനിക്കിലുണ്ടായിരുന്ന മുഴുവൻ പേരുടെയും പേരും ഇനിഷ്യലുമാണ്. അതിലെത്ര പേരുണ്ടായിരുന്നു, അതിലെത്ര പേര് ജീവിച്ചിരിപ്പുണ്ട്, എത്ര പേര് മരിച്ചു പോയി, എത്ര പേര് കാണാതെ പോയി. കണ്ടോ, 713 പേര് സേവ് ചെയ്തു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ കംപ്ലീറ്റ് ആൾക്കാരുടെയും പേരിൻ്റെ ലിസ്റ്റ് അതിനകത്തുണ്ട്. ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു പേര് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻസ് പറയാൻ പറ്റില്ല. അത്രയും വിഷമം വരും. എല്ലാവരുടെയും പേരാണ്. അതൊരു എന്താ പറയുക, അവരൊരു സിഗ്നേച്ചർ പോലെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുകയാണ് ആ ഒരു പേര് ഇനിഷ്യൽ. അപ്പം ശരിക്കും അത് കാണുമ്പോൾ കണ്ണ് നിറയാതെ ഒരാൾ പോലും അവിടെ നിന്ന് പോകുമെന്ന് എനിക്ക് തോന്നിയില്ല. അത്രയും വിഷമം വരും നമുക്കത് കാണുമ്പോൾ. ഗുഡ് ബില്ലിംഗ് ഫാമിലിയിലെ 8 മെമ്പേഴ്സ് ഉൾപ്പെടെ ഒത്തിരി പേരെ കാണാതായി എന്നുള്ള ഇതാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ കൊടുക്കുന്നുണ്ട് അവരെ ക്രൂ മെമ്പേഴ്സിനൊക്കെ. അതുപോലെ തന്നെ ഓരോ ഡെക്കിലും അവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് എന്താ പറയുക, ഇപ്പം ഓരോ ഡെക്കിലെയും റൂമുകൾ എങ്ങനെയായിരുന്നു, അവരുടെ ലോഞ്ച് എങ്ങനെയായിരുന്നു, അതൊക്കെ ഇതിനകത്ത് അവർ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം അത് ഇവിടെ ഒരു ടൈറ്റാനിക്കിൻ്റെ മോഡലും ഒക്കെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കണ്ടോ, എൻജിൻ റൂം പോലെ അവർ സെറ്റ് ചെയ്തേക്കാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നത്, കുറേയൊക്കെ LED സ്ക്രീൻസ് ഉപയോഗിച്ചാണ് അവരത് കാണിച്ചിരിക്കുന്നത്. It took 62 seconds for our service and growing passenger trains and job opportunities on April 10th. I'm on time. കണ്ടോ, ഓരോ ബെഡ്റൂംസ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് കറക്റ്റ്. പഴയ ആ ഒരു ഫർണിച്ചേഴ്സൊക്കെയാണ് അവർ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. പഴയ ആ പെട്ടി, കണ്ണാടി, ചീപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ വരെ ഭയങ്കര ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓരോന്നിനും. Creeping step by step up that stairway. The ship was now sinking fast. The cargo deck was quite apparent. Our whole trouble was in getting away as quickly as possible, otherwise our boat would be pulled down with the ship. During all this time, the ship's piano was kept playing and the strains of Nearer My God to Thee, which is only there as the film of the great ship against the air. A bit later, the fallen funnel guy is carried away, and the funnel, weighing perhaps 50 or 60 tons. ഇതൊക്കെ ടൈറ്റാനിക്കിൻ്റെ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസാണ്.
അത് ഹെൽപ്പിന് വേണ്ടി ഓരോ നിയർ ബൈ ഷിപ്സിനോട് ചോദിച്ചിരിക്കുന്നതും ഒക്കെയാണ്. അതിൽ നിന്ന് ഞാൻ വായിച്ചതാണ്. നിയർ ബൈ ആയിട്ട് ഉണ്ടായിരുന്ന 19 മൈൽസ് ദൂരെ ഉണ്ടായിരുന്ന ഷിപ്പ് അവർ ഹെൽപ്പ് ചോദിച്ച സമയത്ത് അതിലുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾ ഫോൺ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാൻ പോയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ അടുത്തുണ്ടായിരുന്ന ഷിപ്പ് 50 മൈൽ അകലെയുണ്ടായിരുന്നു. സോ ഏറ്റവും നിയറസ്റ്റ് 19 മൈലുള്ള ഷിപ്പ് അടുത്ത് എത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ആൾക്കാർ സേവ് ചെയ്യുമായിരുന്നു. ഐസ് വാണിംഗ്. ഐസ് വാണിംഗ് ആണിത്. ഇത്രയും ഐസ് വാണിംഗ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് അതിൽ തന്നെ പോയി ഇടിച്ചത് എന്ന് ശരിക്കും എനിക്കറിയില്ല. പണ്ട് ഞാൻ കേട്ടിരുന്നൊരു കഥയുണ്ട്. ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ ഷിപ്പായ ഒളിമ്പിക്കാണ് ശരിക്കും മുങ്ങിയത്. ഇപ്പോഴും ടൈറ്റാനിക്ക് ഒളിമ്പിക്കിൻ്റെ പേരിൽ ഉണ്ട് എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കഥ. ഒരു ഇൻഷുറൻസ് തട്ടിപ്പിൻ്റെ കഥ. അപ്പം അത് കുറേ പേര് കേട്ടിട്ടുണ്ടാവും ആ കഥ. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ശരിക്കും അതാണോ യാഥാർത്ഥ്യമെന്ന് ഒരു നിമിഷം തോന്നിപ്പോകുന്നൊരു സിറ്റുവേഷനുണ്ട്. കാരണം അവരുടെ ഇത്രയും പ്രൂഫും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത്രയുമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി എന്ന് തോന്നും. ഇത്രയും ലൈഫ് ബോട്ട്സും ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റംസ് എത്രയും ആധുനികമായ ഒരു കപ്പൽ അത് ഉണ്ടായിട്ട് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. പിന്നെ ഇവർ പറയുന്നൊരിതുണ്ട്, അവർക്ക് ആവശ്യത്തിന് ഡ്രില്ല് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഒരു ഫയറെന്ന് ഒരു ഐസോ മറ്റോ വന്ന് ഷിപ്പ് തകർന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഉള്ളതിനെപ്പറ്റി ആവശ്യത്തിനൊരു ഡ്രില്ല് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് ഇവർ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഇതാണ് ടൈറ്റാനിക്കിൻ്റെ നിയറസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് കാലിഫോർണിയ എന്ന് പറഞ്ഞ കപ്പൽ. സോ ആ കപ്പൽ അടുത്തെത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രയും ആൾക്കാർ അറ്റ്ലാന്റിക് ഓഷ്യനിൽ കിടന്ന് മരിക്കില്ലായിരുന്നു. നമുക്ക് ഇതിനകത്ത് കാണാൻ കാര്യം അവർ ഹെൽപ്പ് റെസ്ക്യൂ വിടുമ്പോൾ എത്ര പേർക്ക് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആ കാലിഫോർണിയയിലെ കമ്മ്യൂണിക്കേഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾ ഉറങ്ങാൻ പോയിരുന്നു ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട്. സോ അതുകൊണ്ടാണ് അന്നങ്ങനെ പറ്റിയത് എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ശരിക്കും നമുക്ക് വിഷമം തോന്നും ഇതൊക്കെ കാണുമ്പോൾ. കുറേ പേരൊക്കെ എന്താ പറയുക, കുറച്ച് ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ച് ഇത് നമുക്ക് ഓരോന്നും വായിക്കാൻ പറ്റത്തുള്ളൂ. ടെക്നോളജി വെച്ചിട്ടല്ലേ ഇത്രയും വലിയൊരു ഷിപ്പ് ഇവർ ഉണ്ടാക്കിയതാണ്. ചെയ്തത് ഇവനായിരുന്നോ കപ്പിത്താൻ? വാടി.
ഇതിന് ശേഷം ഒരുപാട് ഫെയിൽഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു ഇത് കണ്ടെത്താനായിട്ട്. അറ്റ്ലാന്റിക്സിൻ്റെ അടിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, പലവട്ടം പല ആൾക്കാർ പോയി അതിനെപ്പറ്റി അത് പൊക്കിക്കൊണ്ട് വരാൻ നോക്കിയിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റായിട്ടും പൊക്കി എടുത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. കാരണം അത്രയും ഡീപ്പാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അത്രയും പോയി അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഫണ്ടിങ്ങും കാര്യങ്ങളും വേണം. നമ്മൾ ഉദ്ദേശിക്കാവുന്ന ഒരു എമൗണ്ട് അല്ല അവർക്ക് വേണ്ടിയിരുന്നത് അത്രയും കാര്യം ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്രയും പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും പിന്നെ അങ്ങനത്തെ ആ ഒരു റിസ്ക് കൊണ്ടും അതിൻ്റെ അത്രയും ഡീപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളും എല്ലാം വേണം. നമുക്ക് അറിയാം, ലാസ്റ്റ് കുറേ ആൾക്കാർ പോയി സബ്മറൈനിൽ പോയി ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതറിയാം, ടൈറ്റാനിക് കാണാൻ പോയി. അതുപോലെ ഒരുപാട് വെല്ലുവിളികൾ ഉള്ളതുകൊണ്ടാണ് ടൈറ്റാനിക് ഇന്നും അറ്റ്ലാന്റിക്കിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. ഇതൊരു കുട്ടിയുടെ ലെറ്ററാണ്. ആ ലെറ്ററിൻ്റെ Have a really good time. Was built alongside her sister ship, and she was built, both of them, in this exact location that we're gonna see now.